നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് ഭദ്രകാളി ദർശനം തന്ന അനുഭവത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പം ജ്ഞാനം തേടി പോകുന്ന കാലഘട്ടം, ആത്മീയ ജീവിത കർമ്മ കാര്യങ്ങളിൽ മന്ത്രവാദം പഠിക്കണമെന്നുള്ള നിയമമായി പാലക്കാട് നമ്മളുടെ ഗുരുനാഥന്റെ അടുക്കൽ പോവുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് മന്ത്രവാദത്തിൻ്റെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആരെ പ്രസാദിപ്പിക്കണം? നാഥയായ കാളിയെ പ്രസാദിപ്പിക്കണം. കാളി പ്രസാദിച്ചാലേ മന്ത്രവാദം ഗുണമായി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ കാളിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ ഗുരു മന്ത്രോപദേശം തന്നു, ധ്യാനം തന്നു, ജപിക്കേണ്ട രീതികൾ പറഞ്ഞു തന്നു, ഷഡ് കർമ്മങ്ങളെ പറ്റി പറഞ്ഞു തന്നു, ആസന വിധികളെ പറ്റി പറഞ്ഞു തന്നു, എപ്പോ ജപിക്കണം, എത്ര ഉരു ജപിക്കണം എന്ന് പറഞ്ഞു തന്നു. ജപം, തർപ്പണം, ഹോമം, ദാനം, വ്രതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെയും ഗുരു പറഞ്ഞു തന്നു. ഇപ്പൊ ഗുരു പറഞ്ഞു തന്നതിൻ്റെ ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ജപം തുടങ്ങി. അപ്പൊ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, ഭദ്രകാളിയെ ഉപാസിക്കുമ്പോൾ, ഭദ്രകാളിയുടെ പ്രസൻസിൽ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കഠിനമായ പ്രശ്നങ്ങൾ വരും. ആദ്യം ദേവി നമ്മളെ എടുത്തിട്ട് വറക്കും. ഇവൻ എന്നെ ജപിക്കാൻ പ്രാപ്തനാണോ എന്ന് ദേവി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റിൽ പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകും. കാരണം അത്രയും പെയിനും ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അനുഭവങ്ങൾ വരും. അതിനെയൊക്കെ തരണം ചെയ്ത് പോകണം. ഇത് നേരത്തെ ഗുരു ഉപദേശം തന്നിട്ടുണ്ട്, കുഞ്ഞെ ഇങ്ങനെയൊക്കെ സംഭവിക്കരുത്. അപ്പൊ എന്താ, സിദ്ധി ഉണ്ടാവണം, അമ്മയെ കാണണം, മനസ്സിനെ നല്ല കട്ടിയാക്കി കല്ലാക്കി തീർത്ത് ധൈര്യമൊക്കെ ഇങ്ങനെ സംഭരിച്ച്. കാരണം ഗുരു ഉപദേശം തന്നിട്ടുണ്ട്, അങ്ങനെ ആകണം കാളിയെ ഉപാസിക്കുന്നവര്. അങ്ങനെ ഗുരു പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മന്ത്രങ്ങൾ പഠിക്കുകയും ജപം ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം ഉരു ജപിച്ച് തീർക്കണം കാളി പ്രസാദിക്കണമെങ്കിൽ, പ്രത്യക്ഷത്തിൽ വരണമെങ്കിൽ. അപ്പൊ അങ്ങനെ 48 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഭഗവതി പ്രത്യക്ഷത്തിൽ വരാൻ തുടങ്ങി. എപ്പോഴാ ജപിക്കണ്ടേ? രാവിലെ ജപം, വൈകുന്നേരം ജപം. 48 ദിവസത്തിന് ശേഷം കാളിയാമം 12 മണിക്ക് എഴുന്നേറ്റിട്ട് ജപിക്കണം. അങ്ങനെ ജപിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാറ്റ് നല്ല മണം, നല്ല ചന്ദനത്തിന്റെ മണം, നല്ല രാമത്തുളസിയുടെ മണം, നല്ല ചെമ്പകപ്പൂവിന്റെ മണം നമുക്കടിക്കും. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഭയന്ന് പോകും. ഗുരു ഓൾറെഡി പറഞ്ഞതിന്റെ കുഞ്ഞെ ഇങ്ങനൊക്കെ വരും. മനസ്സിനെ നന്നായി തൻ്റെ കൺട്രോളിൽ നിർത്തിക്കൊള്ളണം. കറയിൽ നിർത്താൻ വേണ്ടി ആദ്യമേ തന്നെ അതിന്റെ നിയമങ്ങളൊക്കെ ഗുരു ഉപദേശം തരികയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, സാധനാ പദ്ധതികൾ. അപ്പം ഈ സമയമാകുമ്പോഴേക്കും നമുക്കറിയാം അമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മണമൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ കുളിര് പോരും. നമ്മൾ ജപിച്ച് 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 നമ്മൾ കൂട്ടുക. അപ്പൊ എന്താ, മുന്നിലൊരു 12 മണി സമയത്ത് മുന്നിൽ ഒരു വാഴയില വിരിച്ച് അതിലൊരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ മുല്ലപ്പൂവ് കൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കണം. ആദ്യമേ പല അനുഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ചില ചിന്താകൾ വരും. പെട്ടെന്ന് കാറ്റടിക്കുക, ചില ശബ്ദങ്ങൾ കേൾക്കുക, ഭയപ്പെടുന്ന പോലെയുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യമേ തന്നെ ഗുരു പറയും. ഗുരു പറയുന്നത് പോലെ തന്നെയാണ് ആദ്യമേ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ ഒരു കാറ്റ്
നമ്മളെ ഭയപ്പെടുത്തുന്ന പോലെയുള്ള ചില രൂപങ്ങൾ പെട്ടെന്ന് തെളിഞ്ഞു വരിക, ചില പ്രേതം പോലെയൊക്കെയുള്ള ചില വിഷയങ്ങൾ നമ്മളിലേക്ക് ആഞ്ഞു വരുന്നതായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആദ്യം ഉണ്ടാവും. ഇതൊക്കെ നമുക്കുണ്ടായി. അപ്പോഴും മനസ്സിനിങ്ങനെ ഭയങ്ങൾ വരുന്നുണ്ടെങ്കിലും ഗുരു പറഞ്ഞു തന്ന നിർദ്ദേശപ്രകാരം ആ മനസ്സിനെ അവിടെ വിട്ടിച്ചു നിർത്തി. കാരണം ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അനുഭവം ഗുരു പറഞ്ഞു തന്നത് അനുഭവത്തിൽ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഭയപ്പെട്ട് നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് വരാം, മനോനിലയ്ക്ക് പ്രശ്നം വരാം, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇത് അറിയാവുന്നത് കൊണ്ട് എന്ത് പറ്റി? നമ്മള് ഇതൊരു ടെസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി ധൈര്യം സംഭരിച്ച് ജപിക്കാൻ തുടങ്ങി. അപ്പൊ ആ ജപം ഇത്ര സംഖ്യ കഴിയുമ്പോഴേക്കും പിന്നെ നമസ്കാരങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നിദ്രയിലേക്ക് പോകും. അപ്പൊ ജപിക്കാനൊക്കെ തുടങ്ങി കുറെ കഴിയുമ്പോഴേക്കും എന്താ, ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ, വീട്ടിലാണേലും കുറെ ഇഷ്യൂസുകൾ, ആൾക്കാരുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, എന്ത് പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ശത്രുത, നമുക്ക് മനസ്സിന് ദുഃഖം ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഇതൊക്കെ വരുവാനായിട്ട് തുടങ്ങും. എന്താ ടെസ്റ്റിങ്? ഇതെങ്ങനെയും ഉപേക്ഷിച്ച് പോകണം. ഇവൻ ഇതിന് യോഗ്യനാണോ എന്നുള്ളൊരു പരീക്ഷണമാണത്. എപ്പോഴും ഈ പ്രശ്നങ്ങളും മാനസികമായിട്ടും വീട്ടിലെ പ്രശ്നങ്ങളും ആൾക്കാരുള്ള പ്രശ്നങ്ങളും, ലൈഫിൽ പല ആൾക്കാരും സ്നേഹപ്പെട്ട് നിന്ന പല ആൾക്കാരും പിരിഞ്ഞു പോവുക, നമ്മളെ ഉപേക്ഷിച്ച് പോവുക, എന്നുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ? ദേവി. ഇത് പരീക്ഷണമാ. നിന്റെ മറ്റു ബന്ധങ്ങളാണോ നിനക്ക് താല്പര്യം, അതോ ഞാനാണോ നിനക്ക് താല്പര്യം? എന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിന്റെ പല കാര്യങ്ങളെ നീ ത്യജിക്കേണ്ടി വരും. ഇതെല്ലാം ഒരു ടെസ്റ്റിംഗ് ആണ്, ഒരു പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ പറയും, എൻ്റെ ഉള്ളിൽ പറയും, അമ്മേ എനിക്കിതൊന്നുമല്ല താല്പര്യം, എനിക്ക് അമ്മയാണ് താല്പര്യം, നിന്നോടാണ് എനിക്ക് പ്രണയം, നീയാണ് എൻ്റെ ജീവിതം. ഇത് തന്നെയാണ് ഉള്ളിൽ, വേറെ ഒന്നിനോടും ഒരു താല്പര്യമില്ല. ദേവി നമ്മളെ എന്ത് ചെയ്തു? അങ്ങ് എടുക്കും. കാരണം ഗോപ്യരൂപിണിയാണ് ഭഗവതി. എല്ലാ ബന്ധങ്ങളിൽ നിന്നും ദേവി കട്ട് ചെയ്യും. എന്തിനാ? ഇവനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം. ഇവനെ ഈ കർമ്മങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. ഇവന്റെ പ്രാരാബ്ധങ്ങളെ മുഴുവൻ ദേവി ഹനിച്ചു കളയും. എന്നിട്ട് ഇവനെ എന്ത് ചെയ്യും? ഇവനെ സകല കർമ്മബന്ധങ്ങളിൽ നിന്നും ദേവി ഇങ്ങ് എടുക്കും. അപ്പൊ എന്ത് പറ്റും? മറ്റു കാര്യങ്ങളൊക്കെയും വിച്ഛേദിക്കപ്പെടും. ലൗകിക ജീവിതങ്ങള്, സുഖകാര്യങ്ങള്, ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിച്ഛേദിക്കപ്പെടാനായിട്ട് തുടങ്ങും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പാമ്പ് താഴെ കൂടെ ഇഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് പൊക്കോളും. അപ്പൊ അങ്ങനെ കർമ്മക്കടങ്ങളെ മുഴുവൻ കട്ട് ചെയ്ത് അമ്മ എടുക്കും. ഇപ്പൊ നമ്മുടെ സ്വന്തം ബന്ധം, മുറ്റവരെ, ഉടയവരെ, ഇവരിൽ നിന്നൊക്കെയും ഭഗവതി നമ്മളെ കട്ട് ചെയ്യും. എന്നിട്ട് അമ്മ ഇങ്ങ് മാറോട് ചേർത്തു. എന്തിനാ? കർമ്മബന്ധങ്ങളിൽ നിന്നും ഇവനെ വിച്ഛേദിക്കണം. അതാണ് ഗോപ്യരൂപിണി മാത എന്ന് പറയുന്നത്. ഗോപ്യത്തിന്റെ രൂപിയാണ്, രഹസ്യ രൂപിണിയാണ് കാളി. കാലത്തിന്റെ ദേവതയാണ് കാളി, കറുത്തവളാണ് കാളി, ഇരുട്ടിന്റെ നാഥയാണ് ദേവി. അപ്പൊ ആദ്യം ദേവി എങ്ങോട്ടോ എടുക്കുക? ഇരുട്ടിലേക്കായിരിക്കും എടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ആദ്യം വളരെ ഇരുട്ടായിരിക്കും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം. അങ്ങനെ തരണം ചെയ്ത് 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 വരുമ്പോഴേക്കും നമുക്ക് എന്തുണ്ടാവും? ഈ മാനുഷിക കർമ്മ വിട്ട് നമ്മളെ അമാനുഷിക കർമ്മങ്ങളിലേക്ക് നമ്മളെ കയറ്റാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് അഷ്ടസിദ്ധികൾ നമ്മളിൽ വിളയാടാനായിട്ട് തുടങ്ങും. അപ്പൊ ത്രികാലജ്ഞാനം നമ്മളിലേക്ക് വരും. ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും, ചില കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ദർശിക്കാൻ പറ്റും. പറയുന്നത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് തോന്നുന്നത് കറക്റ്റ് ആയിരിക്കും. ചിന്തിക്കുന്നതായിരിക്കും നടക്കുക, നടക്കുന്നതേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ത്രികാലജ്ഞാനങ്ങള്, ആജ്ഞാചക്രത്തിൽ ഇവിടെ വ്യക്തമായിട്ടൊരു സ്ക്രീൻ തെളിയും. നമുക്ക് ചുമ്മാ കണ്ണടച്ചിരുന്നാൽ മതി, ഭഗവതി ഇവിടെ വരും. അങ്ങനെ വീണ്ടും 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 ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക? ഭയത്തെ മുഴുവൻ
കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് പോയി, ആദ്യം ഒരു ആരുമില്ലാത്ത ഒരു പ്രദേശത്ത് ഒറ്റയ്ക്ക് ഒരു കാട് നിറഞ്ഞ സങ്കേതങ്ങളിൽ അവിടെ പോയിരുന്ന് തെക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു തന്ന ധ്യാനമന്ത്രം, മൂലമന്ത്രം നമുക്ക് പറയാൻ പാടില്ല. ചതുർഭുജാന്ത നേത്രഞ്ച കാളകണ്ഠിഞ്ച കർണകി ദംഷ്ട്രഘരാളവദന. അത് പറയണ്ടെന്ന് അമ്മ പറയുന്നു, അതുകൊണ്ട് ഞാൻ ചൊല്ലുന്നില്ല. അപ്പം ഭഗവതി അത് ജപിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഭയങ്ങളൊക്കെ നമുക്കിങ്ങനെ ചില ഗൂഢമായിരിക്കുന്ന എന്തൊക്കെയോ ദുഷ്ടമായിരിക്കുന്ന ശക്തികളൊക്കെ നമ്മളെ ഭയപ്പെടുന്നതും നമ്മുടെ ചുറ്റിലൊക്കെ എന്തൊക്കെയോ വട്ടം കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ എന്താ, നമ്മുടെ ഈ ഭയത്തെ നമ്മൾ മറികടക്കുകയാണ് ഈ പരീക്ഷണത്തിലൂടെ. അങ്ങനെ അതിനെയും മറികടന്നു. അപ്പൊ എനിക്ക് എന്താ, കാടിനോടുള്ള ഭയങ്ങൾ മാറി, ഇരുട്ടിനോടുള്ള ഭയങ്ങൾ മാറി. അതിനുശേഷം എവിടെ പോയി, ഒരു ശ്മശാന ദേശത്ത് ഏതാണ്ട് 12 മണി സമയത്ത് ഇതെല്ലാം ഗുരുവിനോട് ചോദിച്ച് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്, അല്ലാതെ ഒരു സുപ്രഭാതി ഇറങ്ങി പോകുന്നതല്ല. അങ്ങനെ പോയിരുന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ചു, ജപിക്കാൻ തുടങ്ങി. അപ്പൊ ഏതാണ്ട് ഈ കാര്യം എന്ന് പറയുന്നത് എപ്പോഴാ, ഏതാണ്ട് 2 ലക്ഷം ഉരു അടുക്കുന്ന കാലഘട്ടമായി. ഈ മന്ത്ര ഉരു 2 ലക്ഷം ജപിച്ച് തീർക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഈ സമയത്ത് ഒരു ഭയം തോന്നുന്നില്ല എനിക്ക്. കാരണം എന്താ, ഓൾറെഡി ഇങ്ങനെയുള്ള പല ടെസ്റ്റിങ് കഴിഞ്ഞാ വന്നത്. അപ്പൊ അങ്ങനെ ശ്മശാനത്തിന്റെ ഏറിയയിലാണ്. അവിടെ പോയിരുന്ന് തെക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കണ്ണടച്ചിരുന്നാ ജപിക്കുന്നത്. കണ്ണ് തുറക്കണമെന്നുമുണ്ട്, എന്നാൽ കണ്ണടച്ചു തന്നെയാണ് ജപിക്കേണ്ടത്. അങ്ങനെ ജപിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു സ്ക്രീൻ തെളിയും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ മാറി ഒരു കറുകറുത്ത രൂപം. ആ കറുകറുത്ത രൂപം ഇരിക്കുന്നത് ഒരു ജഡത്തിന്റെ മുകളിലാ, ശവത്തിന്റെ മുകളിൽ. നമ്മളെങ്ങനെ അങ്ങോട്ടങ്ങ് ചെല്ലുകയാണ്. ആ ദൂരെ ഇരിക്കുന്നതായ ആ ഒരു ജഡത്തിന്റെ മുകളിൽ കറുത്തവളായ ഒരു രൂപിണി, കയ്യിൽ ഒരു ആയുധങ്ങളും ഇല്ല, അവിടെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ജ്ഞാനക്കണ്ണില്, ഈ സ്ക്രീനില് നമ്മൾ അങ്ങോട്ട് അടുക്കലോട്ട് ചെല്ലുമ്പോഴേക്കും ഉള്ളു ഭയക്കാനായിട്ട് തുടങ്ങുക, പേടിക്കാനായിട്ട് തുടങ്ങുകയാണ്. മനസ്സൊക്കെ അങ്ങ് വല്ലാണ്ടായി പോവാണ്. പിടിവിട്ടു പോകുന്ന പോലെയുള്ള അനുഭവങ്ങളാണ് ആ സമയത്ത് തോന്നിയത്. അപ്പോഴും ഈ ആത്മാവിലെ ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടാണ്, കണ്ണടച്ചിരുന്ന് അങ്ങോട്ട് ചെല്ലുകയാണ്. ഓരോ ദിവസവും അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ണ് തുറക്കാൻ തോന്നുന്നുണ്ട്. കണ്ണ് തുറക്കാനായിട്ട് ഉൾപ്പെടെ ഭയം തുടങ്ങുന്നുണ്ട്. അങ്ങനെ അടുക്കോട്ട് ചെല്ലുന്തോറും നഗ്നമാകുന്ന ഒരു രൂപം, മാറൊന്നും മറച്ചിട്ടില്ല. അരയില് എന്തൊക്കെയോ ചില കാര്യം കൊണ്ടൊരു മറവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൈയൊക്കെ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. വേറൊന്നുമില്ല, ആയുധങ്ങളോ ഒന്നും തന്നെ കാണുന്നൊന്നുമില്ല. ഇത് മാത്രമാണ്. ദേഹം മുഴുവൻ കറുകറുത്തവളാണ്. കണ്ട ഭയന്നു പോകും. ഒരു വികൃതമായ ഒരു രൂപം, കണ്ണൊക്കെ വെളുത്ത്. ഇത് ഭഗവതി തന്നെയാണോ? ശരിക്കും
എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യാണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. മുന്നോട്ട് പോകും തോറും എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാണ്ട് എൻ്റെ കംപ്ലീറ്റ് ബോധം പോയി, എൻ്റെ മൈൻഡ് കട്ടൗട്ടായി പോയി. അടുക്കലോട്ട് ഞാൻ ഈ രൂപം കാണുകയും ചെയ്തു, തൊട്ടടുക്കലോട്ട് അമ്മയുടെ അടുക്കലോട്ട് ചെല്ലുകയും ചെയ്തു. എൻ്റെ ബോധം കംപ്ലീറ്റ് മറഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ അവിടെ തന്നെ മറിഞ്ഞു വീണു. എൻ്റെ ബോധം മറഞ്ഞുപോയി. പിന്നെ എനിക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാൻ വയ്യാണ്ട് ഞാൻ അവിടെ അങ്ങ് കിടന്നുപോയി. ഈ കിടക്കുന്ന അവസരത്തെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ എന്തോ അരിച്ചിറക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ എന്തോ ഇങ്ങനെ എൻ്റെ തല മുതൽ പാദം വരെ എന്നെ ഇങ്ങനെ അരിച്ചെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് ബോധമില്ല. അങ്ങനെ കുറെ സമയങ്ങൾ ഞാൻ കിടന്നു. ഏതാണ്ട് ഞാൻ പിന്നെ അവിടുന്ന് ഉണർന്നത് വെളുപ്പാങ്കാലത്ത് 3 മണി ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഉണർന്നത്. അപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്, ഞാൻ ജപിക്കുകയായിരുന്നല്ലോ, ഞാൻ ഇന്നടത്തായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴാണ്. ഞാൻ അങ്ങനെ എനിക്ക് ബോധം വീണ് ഞാൻ കണ്ണു തുറന്ന് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് നേരെ ഗുരുവിന്റെ അടുക്കലോട്ട് വന്നു. അപ്പോഴെന്താ, ഗുരുവും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഓൾറെഡി വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമ്മളെ കാത്തവിടെ ഇരിപ്പുണ്ട്. കാരണം ഗുരുവിനറിയാം ഇത് ഇന്നതുപോലെയൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കാന്ന് ഗുരുവിന് കൃത്യമായിട്ട് അറിയാം. കാരണം എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതുപോലെ തന്നെ ഗുരു അതിനു മുമ്പ് ഒരുപാട് ശിഷ്യന്മാരെ ഗുരു ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നും ഒന്നും അറിയില്ല. ദേഹം മുഴുവൻ കുളിരാണ്, മറ്റൊന്നിനോട് നമുക്കൊരു ചിന്ത വരത്തില്ല. എപ്പോഴും ഈ ഒരു വല്ലാത്തൊരു ആനന്ദമാണ്, ഒരു അനുഭൂതിയാണ്. ഈ ഒരു രൂപം, നമുക്ക് കിട്ടിയ ആ രൂപം, ആ ശ്മശാനത്തിൽ ഇരിക്കുന്ന ഭഗവതി ഒരു ജഡത്തിന്റെ മുകളിൽ, ആയുധങ്ങളൊന്നുമില്ല, കറുകറുത്തവള്, നഗ്നത മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചിട്ടുണ്ട്, കൈകളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്, ആയുധങ്ങളൊന്നുമില്ല, കണ്ണൊക്കെ വെളുത്ത് ഇരിക്കുന്ന ഒരു രൂപം, മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ടിട്ടുണ്ട്. ഈ ഒരു രൂപമാണ് എനിക്ക് അമ്മയെ ദർശിക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് ഞാൻ അല്ലാണ്ടായി മാറുക. പിന്നീട് എത്രയെത്ര പൂജകളാണ്, എത്രയെത്ര ബാധകളിലാണ് നമ്മൾ ഒഴിപ്പിച്ചിട്ടുള്ളത്, പ്രത്യക്ഷമായിട്ടും അപ്രത്യക്ഷമായിട്ടും. അതിനുശേഷമാണ് ഗുരു ഒടിവിദ്യകളുടെ നിയമങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരിക. കാളി പ്രത്യക്ഷമാകണം, കാളി പ്രസാദിക്കാതെ മന്ത്രവാദം ഫലിക്കത്തില്ല. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒരുപാട് കാര്യങ്ങളെ പറ്റി തേടിയുള്ള യാത്രകളായി. ആദ്യമായി ദർശനം തന്ന ദേവിയാണ് കാളി. ആദ്യമായി എന്നിൽ സിദ്ധി തന്ന ദേവിയാണ് കാളി. എത്രയോ മാസങ്ങൾ ആ കുളിരിൽ ഞാൻ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാമോ? എത്രയോ മാസങ്ങൾ. നമുക്ക് വേറൊന്നിനോടും ഒരു താല്പര്യം തോന്നില്ല, നമ്മൾ അതിലങ്ങ് മുഴുകിപ്പോകും. പിന്നെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴെന്താ, നമ്മൾ അതിൽ നിന്നൊക്കെയും വിട്ട് മാറി പോകുമ്പോൾ നമ്മളിൽ നിന്നും പതുക്കെ ആ എനർജികൾ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ മറ്റൊരാളുടെ പ്രാരാബ്ധങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ നമ്മളിലേക്ക് ആ കർമ്മ വരുന്നില്ലെങ്കിലും ഇതിന്റെ ദുരിതങ്ങളൊക്കെ ബാധിക്കുന്നത് നമ്മളുടെ ഭവനങ്ങളിലുള്ളവരെ ബാധിക്കാനായിട്ട് തുടങ്ങും. വീട്ടിൽ പ്രശ്നങ്ങൾ, ഓരോ തരത്തിലുള്ള ഇഷ്യൂസുകൾ ഒക്കെ വരാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ആളുകളുടെ ഈ ബാധ ഒഴിപ്പീരും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞാൻ പതുക്കെ
കുറയ്ക്കാനായിട്ട് തുടങ്ങി. എനിക്കും ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് തുടങ്ങി. എൻ്റെ ഊർജങ്ങൾ മുഴുവൻ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു. കാരണം അതുപോലെ ബാധകളെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഇത് മതിയായി, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല ഒരവസ്ഥ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കാലും മാറ്റാനായിട്ട് തുടങ്ങിയത്. ഇത് എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ മന്ത്രവാദ ജീവിത കർമ്മകാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അനുഭവത്തിലുള്ള ഒരു നിയമമാണ്, ഒരു കർമ്മയാണ് ഞാൻ ഈ പറഞ്ഞത്. അന്ന് ഇവിടെ ഒന്നാന്തരം മന്ത്രവാദി എന്നുള്ള പേര് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒടിവിദ്യയിൽ പേര് കേട്ടുള്ള ഒന്നാന്തരം ഒരു മന്ത്രവാദി എന്ന പേര് കേട്ടുള്ള ഒരാളാണ് അനൂപ് അഗ്നിശർമ്മ. ഒടിവിദ്യ ഇതിൽ നിന്ന് ഈ ഒരു ചൂടിൽ നിന്ന്, ഈ ഒരു താപത്തിൽ നിന്ന് എന്താണ് മാറ്റം? ഗുരു പറഞ്ഞു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൂ, ദാനം ചെയ്യൂ. അങ്ങനെ എന്ത് ചെയ്ത് ക്ലാസ് തുടങ്ങി. അങ്ങനെ ക്ലാസ് തുടങ്ങി മറ്റുള്ള കുട്ടികൾക്കൊക്കെ തന്നെയും, കുട്ടികളെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം, 40 വയസ്സോ 50 വയസ്സോളം ഈ കുട്ടികൾ, അവർക്കൊക്കെയും ഇത് പറഞ്ഞു കൊടുത്തു. കാരണം അത് വീതിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഈ തീയിൽ കത്തി ജ്വലിച്ചു പോകും. എനിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി എൻ്റെ ജീവിതം. ചൂടാണ്, വയറൊക്കെ അങ്ങ് കത്താൻ തുടങ്ങും. വയറിലൊക്കെ കുടലൊക്കെ നമുക്ക് കത്താനായിട്ട് തുടങ്ങും. കുടൽ പ്രശ്നങ്ങൾ വരും. കാളിയെ ജപിച്ച് ഇങ്ങനെ കൂട്ടിയാൽ തീയല്ലേ. അങ്ങനെ ഒരു വൈദ്യൻ, സിദ്ധിയുള്ള ഒരു വൈദ്യൻ എന്നോട് പറഞ്ഞു തന്നു, കുഞ്ഞെ നിനക്ക് എന്തെങ്കിലും ജപവോ ഭദ്രകാളിയോ വല്ലതും നീ സേവിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിന്റെ ബോഡിയിൽ തുടങ്ങുമ്പോൾ തീയാണ് ജ്വലിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഈ ജപം കുറയ്ക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ നീ ഈ തീയിൽ നീ കത്തിപ്പോകുന്നു, ആ വൈദ്യൻ എന്നോട് പറഞ്ഞു. ഇത് ഓൾറെഡി ഗുരു എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ഇതിൽ നിന്നും പതുക്കെ ഈ മാന്ത്രിക കർമ്മയിൽ നിന്നും പതുക്കെ വിട്ട് കുറച്ച് പതുക്കെ ഞാൻ ആരിലേക്ക് മാറി? ഭഗവാൻ കൃഷ്ണനിലേക്ക് പതുക്കെ ഞാൻ മാറാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു കഥ ഞാൻ അടുത്തതിൽ പറയാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.